ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് ടിജെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്കിന്റെ ആപ്ലിക്കേഷൻസുമായിട്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് യൂസസ് ആണ് ആദ്യത്തെ രണ്ട് വീഡിയോസിൽ പറഞ്ഞത്. പിന്നീടായിട്ട് നമ്മൾ പറഞ്ഞത് ആ രണ്ട് യൂസസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസും അതോടൊപ്പം തന്നെ രണ്ട് യൂസസും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പോയിന്റും ആണ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിന്റെ മൂന്നാമത്തെ യൂസ് ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്, ദ തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ദ ജനറൽ ഫോർമുല ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു ജനറൽ ഫോർമുല നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ആ ക്വസ്റ്റ്യനോട് കൂടി തന്നെ ആ ഒരു എക്സാമ്പിൾ വൈസ് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഓഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. The centripetal force depends on mass, radius, velocity, and here the constant of proportionality k is 1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിനായിട്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമ്മളവിടെ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതിനൊക്കെയാണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിയർ ദാറ്റ് ദി ക്വസ്റ്റ്യൻ വി ഹാവ് ടു സീ ദാറ്റ് ദി കോൺസ്റ്റന്റ്, അവിടെ ഒരു കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. k is equal to 1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഒരു എക്സ്പ്രഷൻ തയ്യാറാക്കാനായിട്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഒരു എക്സ്പ്രഷൻ നമ്മളോട് ഫോം ചെയ്യാനായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 സ്റ്റെപ്പ് ചെയ്യുക. സോ ലെറ്റ് വി ഹാവ് ടു ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ അവിടെ ഫോം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്കത് അറിയാമായിരിക്കാം അതിനുള്ള ഇക്വേഷൻ, പക്ഷെ അവിടെ നമുക്ക് എന്ത് വേണം? അതിന്റെ പ്രൂഫ് വേണം അല്ലെ. പ്രൂഫ് അവിടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ആൻസർ ഒരു മാർക്ക് ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. അതിനകത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാത്തിന്റെയും പ്രൊപ്പോർഷണാലിറ്റി ഒന്ന് കൊടുക്കുക എന്നതാണ്. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, അതായത് ഒരു ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതിനൊക്കെ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്? ഈ 3 എണ്ണത്തിനുണ്ട്. മാസുമായിട്ട് ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റേഡിയസുമായിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റിയുമായിട്ടുണ്ട്. എന്ത് പ്രൊപ്പോർഷണാലിറ്റി ആണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ് അല്ല. F is directly proportional to mass, F is directly proportional to R, and F is directly proportional to velocity. അത് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാനായിട്ട് കഴിയും? ടോട്ടലി ഒരൊറ്റ സ്റ്റെപ്പ് ആയിട്ട് എഴുതുവാണെങ്കിൽ F is directly proportional to M, പിന്നെ എന്തൊക്കെയാണ്? R, അതുപോലെ V. ഇത് 3നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ഇട്ട് കൊടുക്കുക എന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളതാണ്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ പ്രൊപ്പോർഷണാലിറ്റിയെ ഈക്വൽ ടു ആക്കുക. ഈക്വൽ ടു ആക്കാൻ എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് നേരിട്ട് ഇടണ്ട, കാരണം ഇവിടെ വാല്യൂസ് ഒന്നുമല്ല, അതുകൊണ്ട് k എന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? F is equal to കോൺസ്റ്റന്റ് ഫസ്റ്റ് തന്നെ കൊടുക്കുക, എന്നിട്ട് M R V എന്ന് അതുപോലെ കൊടുക്കുക. ഓക്കെ, സോ കോൺസ്റ്റന്റ് വാല്യൂസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ ഒരു പോയിന്റും കൂടെ ചെയ്യാനായിട്ടുണ്ട്. ഒരു പോയിന്റും കൂടെ. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ വാല്യൂസിന് എന്തിട്ട് കൊടുക്കുക? പവർ ഇട്ട് കൊടുക്കുക. പവർ ഇട്ടാൽ മാത്രമേ നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പം F is equal to കോൺസ്റ്റന്റിന് പവേഴ്സ് ഒന്നും ഇല്ല. സോ M raised to നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ABC എന്നോ അല്ലെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ XYZ എന്ന് എന്ത് വേണേ കൊടുക്കാം. ഞാനിപ്പോൾ ABC എന്നാണ് എടുക്കുക. അപ്പം M raised to A, R raised to B, V raised to C.
അങ്ങനെ ഞാനിവിടെ പവറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പവർ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസ് ആണ് ഇനി കൊടുക്കേണ്ടതായിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷൻസ് ഇട്ട് കൊടുക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻസ് നമുക്കറിയാം, ml(T⁻²) ആണ്. അതുപോലെ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് എഴുതണ്ട. പിന്നെ m⁻⁴, m എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാസ് ആണ്. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ m ആണ്. m കൊടുക്കുക, എന്നിട്ട് അതിന് പവർ ഇട്ട് കൊടുക്കുക. ഇനി എന്താണ് r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ലെന്ത് ആണ് നമ്മൾ ഡയമെൻഷൻ ആയിട്ട് എടുക്കുക. അപ്പം l⁻b എന്ന് കൊടുത്തു. And the third one is velocity. The dimension of velocity will be l(T⁻⁻1) and the power will be c. So we have to write as l(T⁻⁻1) the whole c. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസ് കിട്ടുക. ഓക്കെ, കംപ്ലീറ്റ് ഫോമിൽ തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ml(T⁻²) is equal to m⁻a l⁻b l(T⁻⁻1) the whole c എന്നായിരിക്കും നമുക്ക് സ്റ്റെപ്പ് 3യിൽ കിട്ടുക. പക്ഷെ ഇത് പൂർണ്ണമായില്ല. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിനകത്ത് ഒന്നിൽ കൂടുതലായിട്ട് കിടക്കുന്ന സാധനത്തെയൊക്കെ ഒന്നാക്കുക. അതായത് ഇവിടെ ml ഇതാണല്ലോ നമ്മുടെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ കൊടുക്കുക. അവിടെ നമുക്ക് ഒരു ചേഞ്ചും വരുത്താൻ കഴിയില്ല. ഇവിടെയാണ് നമുക്ക് ഇനി ചേഞ്ച് വല്ലതും വരുത്താനുണ്ടെങ്കിൽ വരുത്താൻ കഴിയുക. അതായത് ഒന്നിൽ കൂടുതൽ, അതായത് ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ രണ്ടായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഒന്നാക്കാനാണ്. ഇവിടെ നമുക്കറിയാം m വേറെ എവിടെയും കാണുന്നില്ല. സോ m⁻a അതേപോലെ കൊടുക്കുക. l⁻b ആൻഡ് l(T⁻⁻1) the whole c കാണുന്നുണ്ട്. അതായത് 2 l കാണുന്നുണ്ട്. ആ 2 l-നെയും യോജിപ്പിക്കുക. അത് എന്ത് ചെയ്യുക? l(T⁻b) കൊടുക്കുക. അതിനോട് l(T⁻b)നോട് പ്ലസ് c ചെയ്യുക. ഓക്കെ, സിയിലാണല്ലോ ഒരു l കിടക്കുന്നത്. l(T⁻1) the whole c അല്ലേ? അപ്പൊ ആ c ബിയും തമ്മിൽ ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക. പിന്നെ ഈ എല്ലാം അവിടെ നിന്ന് പോയി. പിന്നെ ബാക്കിയുള്ളത് T⁻⁻1 ആണ്. അതിന് അതുപോലെ തന്നെ the whole c കൊടുക്കുക. ഇവിടെ ഒരു ടിക്ക് ഒരു പവർ ഉണ്ട്. അത് ടോട്ടലി ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഒരു c എന്ന പവർ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടത്. സോ നമുക്ക് കിട്ടും m⁻a l⁻b plus c and T⁻1 the whole c എന്നായിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ചിലപ്പോൾ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 ആണ്. അപ്പൊ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇക്വേറ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഇവിടെ LHS ഇത് നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഇവിടെ ഒരു m ആണുള്ളത് അല്ലെ? അതായത് m⁻1 l⁻1 T⁻⁻2 എന്നാണല്ലോ. അപ്പം m⁻a അതായത് പവേഴ്സിനെ തമ്മിലാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പം a എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് ഇവിടെ ഉണ്ട്? ഇവിടെ m⁻a എന്ന് പറയുന്നത് ഇവിടെ m⁻1 ആണ്. അതായത് a എന്ന പവർ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 1. a എന്ന പവർ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 1 ആണ്. ഇനി നമുക്ക് അടുത്തത് പറയുന്നത്, അടുത്ത പവർ ആയിട്ട് കാണിച്ചിരിക്കുന്നത് b+c ആണ് അല്ലെ? b+c വരുന്നത് എവിടെയാണ്? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ്? ലെന്തിലാണ്. ഇവിടെ നോക്കുക, ലെന്തിന് എന്താണ്? 1 ആണ്. അതായത് b+c എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് വൺ -1c ആണ് അല്ലെ? പവേഴ്സ് ആണ് അതെല്ലാം. അപ്പൊ -1c, -1 into c ആണ്. അപ്പൊ ഒരുമിച്ച് എഴുതുമ്പോൾ -1c. അതിന് ഇവിടെ ടൈമിന് ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? -2 ആണ് അല്ലെ? ഇവിടെ -2 ആണ്. ഇവിടെ a ക്ക് ഈക്വൽ 1, b+c ക്ക് ഈക്വൽ 1, T⁻⁻1 the whole c ലെ -1 c ക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ -2 ആണ് കിടക്കുന്നത്. അപ്പോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, കാരണം നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കിട്ടണം. a ക്ക് എന്താണ്, b ക്ക് എന്താണ്, c ക്ക് എന്താണെന്നാണ് കിട്ടേണ്ടത്. a ക്ക് എന്താണ് കിട്ടി? =1, b+c =1, -1c =-2 എന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ നമുക്ക് b+c =1 ആണ്. b-യോ c-യോ നമുക്ക് ഏതിൽ ആദ്യം ഒന്ന് കാണണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതാണ് ആദ്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. -1c =-2 ആണ്. അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടത്? എന്താണ്? c ആണ്. ബാക്കിയെല്ലാം ന്യൂമറിക്കൽസ് ഉണ്ട്. അപ്പൊ c എന്ത് കൊടുക്കുക? -2 അതുപോലെ ഉണ്ട്. ഈ -1 ഇതിന് ഡിനോമിനേറ്റർ ആയി പോകും. മൈനസും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2/1 ആണ്. 2/1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് a =1 എന്നുണ്ട്, c =2 എന്നും കിട്ടി. c =2 എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് b ആണ്. b എങ്ങനെ കണ്ടുപിടിക്കുക? b+c =1 ഉണ്ട്. ഇവിടെ നമുക്ക് c എത്രയാണെന്ന് കിട്ടി? 2 ആണ്. അതിങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പം b+2 =1 എന്ന് നമുക്ക് കിട്ടും. b+2 =1 എന്ന് കിട്ടും. അപ്പൊ b എന്ന് പറയുന്നത് എന്താണ്?
എന്താണ് 1 മൈനസ് 2 അല്ലെ, b പ്ലസ് 2 ആണ്. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 ആവും. 1 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. അപ്പൊ നമുക്ക് b എത്രയാന്ന് കിട്ടി? അത് -1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 പവേഴ്സ് കിട്ടി. ഇത്രയുള്ള സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് a is equal to 1, c is equal to 2, b is equal to -1. അറേഞ്ച് പറയുമ്പോൾ a is equal to 1, b is equal to -1, c is equal to 2. അപ്പൊ ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ട്, 2 പോസിറ്റീവ് വാല്യൂസും ആണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 5ലേക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 5 ആണ് കാണേണ്ടത്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ടു സ്റ്റെപ്പ് 2. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 5 എന്ന്. ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 2ലേക്ക് നമ്മളിപ്പോ കണ്ടുപിടിച്ച പവേഴ്സിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? a is equal to 1 എന്ന് കിട്ടി, b is equal to -1 എന്ന് കിട്ടി, c is equal to 2 എന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെല്ലാം സ്റ്റെപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 2 ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റെപ്പ് 2 എന്ന് എഴുതാം. സ്റ്റെപ്പ് 2 is equal to f is equal to k m raised to a r raised to b v raised to c. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഫോഴ്സ് എഫ് നമ്മൾ ഇക്വേഷനിലേക്ക് പോവാണ്, അതുകൊണ്ട് എഫ് എന്ന് തന്നെ എഴുതുക, ഡയമെൻഷൻസ് ഒന്നും വേണ്ട. കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അറിയാം. എന്താണ് നമുക്ക് കോൺസ്റ്റന്റ് തന്നിട്ടിരുന്നു? അത് 1 ആണ്. എം റേസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്കറിയാം 1 ആണ്. അപ്പൊ 1 അതുപോലെ കൊടുക്കുക. ഇവിടെ 1 ഇൻറ്റു ആണ്. അതുപോലെ ആർ റേസ് ടു ബി -1 ആണ്. വി റേസ് ടു സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ വി റേസ് ടു 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെല്ലാം നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. 1 ഇൻറ്റു ആയതുകൊണ്ട് തന്നെ, കോൺസ്റ്റന്റ് 1 ആയതുകൊണ്ട് തന്നെ 1 ഇൻറ്റു ഈ ഒരു ആൻസർ തന്നെയാണ്. അപ്പം m റേസ് ടു 1 അതിനെ ഞാൻ m തന്നെ കൊടുത്തു. r റേസ് ടു -1 v സ്ക്വയർ എന്നാണ്. ഒരു ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷനിൽ തന്നെ ഇൻവേഴ്സ്ലി ആയിട്ട് കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ ഇൻവേഴ്സ് ആയിട്ട് വരുന്നതൊക്കെ എന്താണ്? ഡിനോമിനേറ്ററിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ആ ഇൻവേഴ്സ് ആയിട്ട് വന്നതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തു. അപ്പോ f is equal to m, ഇത് ഡിനോമിനേറ്ററിലേക്ക് പോവാണ്, r റേസ് ടു 1 എന്ന് എഴുതണോ? വേണ്ട, കാരണം r റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്താണ്? പവേഴ്സ് ഒന്നും ഇല്ലാതെ r എന്ന് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ r എന്ന് കൊടുക്കുന്നു. പിന്നെ v സ്ക്വയർ ആണ്, അത് ഇൻവേഴ്സ് അല്ലാത്തത് കൊണ്ട് അത് നമ്മുടെ ന്യൂമറേറ്ററിൽ തന്നെ കൊടുക്കുന്നു. സോ ദ ഇക്വേഷൻ വിൽ ബി f is equal to mv square by r. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇങ്ങനെയാണ് അതിനൊരു വർക്ക്ഔട്ട് ലഭിക്കുന്നത്. f is equal to mv square by r. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടെയാണ്. സോ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. f is equal to mv square by r എന്ന ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടം വരെ m r raised to -1 v square അതിന്റെ കൃത്യമായ അറേഞ്ച്മെന്റ് അറിയത്തില്ലേ പോലും അങ്ങനെ എഴുതിയാലാണെങ്കിൽ നമുക്ക് മാർക്കൊക്കെ കിട്ടും. എന്നാലും ഒരു ക്ലിയർ അറേഞ്ച്മെന്റിലേക്ക് വരാനായിട്ട് ഇൻവേഴ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇൻവേഴ്സ് അടിയിലേക്ക് പോകുന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ താങ്ക് യു.